എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ പാചകവാതക വിതരണ ഏജൻസിക്ക് മുന്നിൽ CATU പ്രവർത്തകർ നടത്തിവരുന്ന ഉപരോധ സമരം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസി നടത്തിപ്പുകാരനായ നിജീഷ് പറഞ്ഞു. സർക്കാർ അംഗീകരിച്ച വേതനവും ബോണസും തന്റെ സ്ഥാപനം നൽകുന്നുണ്ടെന്നും മറ്റുള്ള അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിജീഷ് വ്യക്തമാക്കി. തന്റെ സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കോടതി പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും സമരക്കാർ സ്ഥാപനം ഉപരോധിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് നിജീഷ് ആരോപിച്ചു. എൻ്റെ സ്ഥാപനത്തിലെ ഇന്നത്തെ സമരം കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ള അനിശ്ചിതകാല സമരം സമര രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഗ്യാസ് വണ്ടികളും വിതരണ തൊഴിലാളികളും തടഞ്ഞ് അവർ ഉപരോധ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിലെനിക്ക് പറയാനുള്ളത്, അവർക്ക് അവകാശപ്പെട്ട എല്ലാ ബോണസും വേജസും ഞാൻ നിയമപ്രകാരം തന്നെ കൊടുത്തിട്ടുണ്ട്. നിയമത്തിൽ പറയുന്നതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അത് DLOയ്ക്കും ALOയ്ക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർ ആവശ്യപ്പെടുന്ന ബോണസ് ലേബർ കമ്മീഷൻ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ബോണസ് അവർക്ക് നൽകണമെന്നാണ് അവരുടെ അവകാശവാദം. അതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഞാൻ ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വിതരണം ചെയ്യണം എന്ന് എന്നോട് പറയുകയും ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം നടക്കുകയുണ്ടായി. ഇന്ന് രാവിലെ അത് തടസ്സപ്പെടുത്തുകയും പോലീസ് അതിനകത്ത് യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൂടാതെ ഹൈക്കോടതി എനിക്ക് ആ 16,000 ബാധകമല്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കൂടി എനിക്ക് നൽകിയിട്ടുണ്ട്. അതും ഈ യൂണിയൻ അംഗീകരിക്കുന്നില്ല. അവർ സമരം തുടർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതിനെതിരെ നിയമപരമായി നേരിടാം എന്നല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് സ്ഥാപനത്തിന് ഖേദമുണ്ട്. അതിനെ എങ്ങനെ നേരിടുമെന്നുള്ളത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതായി വരും.